ദക്ഷിണ കൊറിയ, അതിൻ്റെ അത്യാധുനിക സാങ്കേതികവിദ്യ, ഭാവിയിലെ നഗര ദൃശ്യങ്ങൾ, കൂടാതെ K-പോപ്പിൻ്റെയും K-ഡ്രാമകളുടെയും അനിഷേധ്യമായ ആകർഷണം എന്നിവയാൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ പോപ്പ് സംസ്കാര കയറ്റുമതി ഒരു ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുന്നു. ഇത് ആധുനികവും അതേസമയം സ്വാഗതാർഹവുമായ ഒരു രാജ്യത്തിൻ്റെ ചിത്രം വരച്ചു കാട്ടുന്നു. നിയോൺ ലൈറ്റുകൾക്കും ആകർഷകമായ സംഗീതത്തിനുമിടയിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരിടം. ഇന്ത്യക്കാർ ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിഷ്കാരത്തിൻ്റെയും ഊഷ്മളതയുടെയും ആവേശത്തിൻ്റെയും ചിത്രത്താൽ ആകർഷിക്കപ്പെടുന്നു. പലർക്കും കൊറിയ എന്നത് അഭിനിവേശവും സർഗാത്മകതയും വളരുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ സംസ്കാരത്തോടുള്ള സ്നേഹത്തിലൂടെ ആർക്കും ഒരു കൂട്ടായ്മ കണ്ടെത്താൻ കഴിയുന്ന ഒരിടം. ആല്യു തരംഗം അല്ലെങ്കിൽ കൊറിയൻ തരംഗം കൊറിയയെ തുറന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരിടമായി കാണാൻ നമ്മെ ക്ഷണിക്കുന്നു. എല്ലാ പശ്ചാത്തലത്തിലുള്ള ആളുകളെയും ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു ഊർജ്ജസ്ഥലമായ കവലയാണ്. വൈവിധ്യങ്ങളെയും പുതിയ ആശയങ്ങളെയും സ്വീകരിക്കാൻ കൊതിക്കുന്ന ഒരു സങ്കലനശാലയാണ് രാജ്യമെന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഈ തിളക്കമാർന്ന പ്രതലത്തിന് താഴെ ചില പുതുമുഖങ്ങൾക്ക് കൂടുതൽ സങ്കീർണമായ ഒരു യാഥാർത്ഥ്യം പതിയെ വെളിപ്പെടുന്നു. പോപ്പ് സംസ്കാരം പ്രദർശിപ്പിക്കുന്ന മിനുസമാർന്ന ചിത്രം ഭൂരിപക്ഷത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങാത്തവർ നേരിടുന്ന സൂക്ഷ്മമായതും ചിലപ്പോൾ വ്യക്തമായതുമായ വെല്ലുവിളികളെ പലപ്പോഴും മറച്ചു വെക്കുന്നു. പല ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ കൊറിയ എന്ന സ്വപ്നം ചിലപ്പോൾ വംശീയ പക്ഷപാതത്തിന്റെയും സാമൂഹിക ഒഴിവാക്കലിന്റെയും കഠിനമായ യാഥാർത്ഥ്യവുമായി കൂട്ടിമുട്ടിയേക്കാം. ഒരു പുതിയ രാജ്യത്തേക്ക് വരുന്നതിന്റെ ആവേശം പലപ്പോഴും അംഗീകാരം എല്ലായ്പ്പോഴും ഉറപ്പുള്ളതല്ല എന്ന തിരിച്ചറിവിനാൽ മങ്ങുന്നു. തിളക്കമുള്ള നാടകങ്ങളിലോ സംഗീത വീഡിയോകളിലോ കാണുന്ന കൊറിയയല്ല ഇത്. പകരം ഇതൊരു മറഞ്ഞിരിക്കുന്ന പോരാട്ടമാണ്. ഏറെക്കുറെ ഏകദാനമായ ഒരു സമൂഹത്തിൽ നിശബ്ദമായി കളിക്കുന്ന ഒരു പോരാട്ടം. അവിടെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ സംശയത്തോടെയോ അല്ലെങ്കിൽ നിസ്സംഗതയോടെയോ നേരിടാം. ആദർശപരമായ ചിത്രവും അനുഭവവേദ്യമായ യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യം ആഴത്തിൽ നിരാശാജനകമാണ്. ഒറ്റപ്പെടലിന് തോന്നൽ വിദൂരത്ത് നിന്ന് വളരെ ആകർഷകമായി തോന്നുന്ന ഒരു സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ മൂർച്ചയുള്ളതായി അനുഭവപ്പെടാം. കൊറിയൻ സംസ്കാരത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും പൂർണ്ണമായി അംഗീകരിക്കപ്പെടാത്തതിൻ്റെ വേദനയും തമ്മിൽ പൊരുത്തപ്പെടുന്നതിനെക്കുറിച്ചാണ് എൻ്റെയും മറ്റനേകം പേരുടെയും കഥ. ഇവിടേക്ക് നമ്മെ ആഘോഷിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചാണിത്. അതേസമയം വ്യത്യസ്തമായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. കൊറിയൻ തരംഗം രാജ്യത്തെ സ്വപ്നങ്ങളുടെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റി. ലോകമെമ്പാടുമുള്ള ആളുകളെ ഇവിടെ സന്ദർശിക്കാനും പഠിക്കാനും ജോലി ചെയ്യാനും പ്രേരിപ്പിക്കും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് വംശം, വ്യക്തിത്വം, യഥാർത്ഥ ബന്ധം എന്നിവയെക്കുറിച്ചുള്ള അസുഖകരമായ സത്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് കൂടിയാണ്. ഈ കഥയുടെ ഈ വംശം പറയേണ്ടതുണ്ട്. കൊറിയൻ തരംഗത്തിൻ്റെ സൗന്ദര്യത്തിന് കളങ്കം വരുത്താനല്ല, മറിച്ച് ആരാധനയ്ക്കും അന്യവൽക്കരണത്തിനും ഇടയിൽ ജീവിക്കുന്നവർക്ക് ആഴത്തിലുള്ള ധാരണയും സഹാനുഭൂതിയും വളർത്താനാണ്. കൂടാതെ എത്ര തിളക്കമുള്ളതാണെങ്കിലും ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായ നിഴലുകളുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ. ദക്ഷിണ കൊറിയയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സബ്വേയിലോ പാർക്കിലോ അല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കുമ്പോഴോ ദിവസവും ശ്രദ്ധിക്കപ്പെടുക എന്നത് സാധാരണമാണ്. നിരീക്ഷിക്കപ്പെടുന്നു എന്ന തോന്നൽ നിരന്തരമാണ്. നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിലൂടെയും നിശബ്ദമായ കോണുകളിലൂടെയും നിങ്ങളെ പിന്തുടരുന്ന ഒരു നിശബ്ദ സാന്നിധ്യം. കടകളിലോ തെരുവുകളിലോ അല്ലെങ്കിൽ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ലഘുഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ നോട്ടങ്ങൾ ശ്രദ്ധിക്കും. ചിലപ്പോൾ അവ ക്ഷണികമായിരിക്കും, എന്നാൽ പലപ്പോഴും അവ നീണ്ടു നിൽക്കും. ഇത് നിങ്ങളുടെ ഓരോ ചലനത്തെക്കുറിച്ചും നിങ്ങളെ അതീവ ബോധവാന്മാരാക്കുന്നു. ഈ നോട്ടങ്ങൾ വെറും കൗതുകമല്ല, അവയിൽ വിധി പ്രസ്താവനയുണ്ട്. നിങ്ങൾ വ്യത്യസ്തനാണ്, നിങ്ങൾക്കിവിടെ ശരിക്കും ഇടമില്ല എന്നൊരു നിശബ്ദ സന്ദേശം. നിങ്ങൾ എത്ര കാലം ഇവിടെ താമസിച്ചു എന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര നന്നായി ഭാഷ സംസാരിക്കുന്നു എന്നോ പരിഗണിക്കാതെ നിങ്ങളൊരു പുറത്തുള്ള ആളാണെന്നുള്ള ഒരു സൂക്ഷ്മമായ എന്നാൽ ശക്തമായ ഓർമ്മപ്പെടുത്തലാണിത്. പലചരക്ക് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ തിരക്കേറിയ ഒരു മാർക്കറ്റിലൂടെ നടക്കുന്നത് പോലുള്ള ലളിതമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രകടനമായി മാറുന്നു. മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കാവുന്ന കൂടെ ചേർന്നു എന്ന തോന്നൽ സാവധാനം മങ്ങുകയും നിരന്തരമായ ആത്മബോധം അതിന് പകരം വരികയും ചെയ്യുന്നു. ചിലപ്പോൾ നിശബ്ദമായ പരിശോധന തുറന്ന ശത്രുതയിലേക്ക് വർദ്ധിക്കാം. ബസ്സിലെ അലർച്ചകൾ, ആക്രമണോത്സുകമായ ആംഗ്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നത് പോലുള്ളവ ഈ നിമിഷങ്ങൾ പൊതുസ്ഥലങ്ങളിലെ സുരക്ഷിതത്വത്തിന്റെ വിദ്യാബോധം തകർക്കുന്നവയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം, ഉച്ചാരണം അല്ലെങ്കിൽ നിങ്ങൾ വ്യത്യസ്തനായി കാണുന്ന ഒരു സ്ഥലത്ത് നിലകൊള്ളുന്നതിന്റെ പേരിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടാം. ലക്ഷ്യമിടുന്നു എന്ന തോന്നൽ അതിശക്തമാണ്. ഈ നിമിഷങ്ങൾ ആഴത്തിൽ ഒറ്റപ്പെടുത്തുന്നവയാണ്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ഒരു നിരന്തരമായ ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു. നിങ്ങൾ നഗരത്തിലെ നിങ്ങളുടെ സ്ഥാനത്തെയും നിങ്ങളുടെ സ്വത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ജനക്കൂട്ടത്തെ ഒഴിവാക്കാൻ തുടങ്ങും. ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് സ്വയം സംരക്ഷണം എന്ന നിലയിലാണ് ഇത് ചെയ്യുന്നത്. മറ്റൊരു അസുഖകരമായ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള ഭയം
നിങ്ങളുടെ ദൈനംദിന തിരഞ്ഞെടുപ്പുകളെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ എവിടെ പോകണം, നഗരത്തിലൂടെ എങ്ങനെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഭയമാണ്. വിധി നിർണയം കൂടാതെ പൊതുസ്ഥലത്ത് നിലകൊള്ളാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു പ്രത്യേക അവകാശമായി മാറുന്നു. ഒരിക്കൽ നിങ്ങൾ ഒരു കാര്യമായി കരുതിയിരുന്നത് ഇപ്പോൾ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കാനും അവിടുത്തെ സംസ്കാരത്തെയും ജനങ്ങളെയും ഉൾക്കൊള്ളാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ അനുഭവങ്ങൾ മറികടക്കാൻ പ്രയാസമുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. നഗരത്തിൻ്റെ സൗന്ദര്യം എല്ലായ്പ്പോഴും അകൽച്ചയുടെ ഒരു തോന്നലിനാൽ കലർന്നിരിക്കുന്നു. ഇത് സങ്കീർണമായ ഒരു ബന്ധമാണ്. ആരാധനയും വേദനയും പ്രതീക്ഷയും നിരാശയും ഇടകലർന്നു. നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അത് പൂർണ്ണമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുന്നു. നിങ്ങൾക്കത് ഉണ്ടാക്കേണ്ടി വരില്ലായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ലയിച്ചു ചേരാൻ കഴിയുന്ന ഒരു ദിവസത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ചോദ്യം ചെയ്യപ്പെടുകയോ വെല്ലുവിളിക്കപ്പെടുകയോ ചെയ്യാത്ത ഒരു ദിവസം. എല്ലാറ്റിനും ഉപരിയായി ഒരു വ്യക്തിയായി കാണപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ടല്ല. നിങ്ങൾ ആരാണോ അതായി അംഗീകരിക്കപ്പെടാനും നിങ്ങൾ എവിടെ ഇരുന്നാലും വീട്ടിലെത്തിയതായി തോന്നാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. വംശീയ പക്ഷപാതം ജോലിസ്ഥലത്തേക്കും ഭവന വിപണിയിലേക്കും വ്യാപിക്കുന്നു. ശക്തമായ യോഗ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യക്കാർക്ക് ജോലിക്കെടുക്കുന്നതിലും കുറഞ്ഞ ശമ്പളത്തിലും ജോലിസ്ഥലത്തെ സാമൂഹിക ഒഴിവാക്കലിലും നിശബ്ദ തടസ്സങ്ങൾ നേരിടാം. സൗഹൃദങ്ങളും പ്രൊഫഷണൽ നെറ്റ്വർക്കുകളും കെട്ടിപ്പടുക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഇത് തൊഴിൽ ജീവിതം ഏകാന്തവും ഊർജം ചോർത്തുന്നതുമായി മാറ്റുന്നു. താമസ സ്ഥലം കണ്ടെത്തുന്നത് മറ്റൊരു തടസ്സമാണ്. നിങ്ങളുടെ ദേശീയത മനസ്സിലാക്കുമ്പോൾ വീട്ടുടമസ്ഥരോ ഏജന്റുമാരോ നിങ്ങളെ ഒഴിവാക്കിയേക്കാം. ഈ സൂക്ഷ്മമായ പറയാത്ത പക്ഷപാതങ്ങളെ വെല്ലുവിളിക്കാൻ പ്രയാസമാണ്. പക്ഷേ അവ ആഴത്തിൽ അനുഭവിക്കപ്പെടുന്നു. നിങ്ങൾ സമൂഹത്തിന് സംഭാവന നൽകുന്നു. എന്നിട്ടും തുല്യ അവസരങ്ങളും അടിസ്ഥാനപരമായ അന്തസ്സും നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു. നിങ്ങൾ വീടെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കുകയോ സുരക്ഷിതത്വം അനുഭവിക്കുകയോ ചെയ്യുന്നത് ഒരു നിരന്തരമായ പോരാട്ടമാണ്. മാധ്യമങ്ങൾ പൊതുമനോഭാവങ്ങളെ രൂപപ്പെടുത്തും. പലപ്പോഴും കൊറിയക്കാരല്ലാത്തവരെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരെ പരിമിതമായ സ്റ്റീരിയോ ടൈപ്പുകളോടെയാണ് അവതരിപ്പിക്കുന്നത്. ഈ ചിത്രീകരണം പക്ഷപാതങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഇത് വിദേശികൾക്ക് തുല്യരായി കാണപ്പെടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. വിവേചനം സംഭവിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ഭാഷാപരമായ തടസ്സങ്ങൾ, സാംസ്കാരികപരമായ തെറ്റിദ്ധാരണകൾ, ദുർബലമായ വിവേചന വിരുദ്ധ നിയമങ്ങൾ എന്നിവ ഇതിന് തടസ്സമാകുന്നു. പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു. ഇരകൾക്ക് അദൃശ്യരും പിന്തുണയില്ലാത്തവരുമായി തോന്നുന്നു. ഔദ്യോഗിക വിവരങ്ങളുടെ അഭാവം മൂലം പ്രശ്നം മറഞ്ഞിരിക്കുന്നു. യഥാർത്ഥ മാറ്റം സാവധാനത്തിലാണ്. അംഗീകാരം കൂടാതെ ശക്തമായ നയങ്ങളും വിദ്യാഭ്യാസവും വേരുറപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യൻ സമൂഹവും മറ്റുള്ളവരും അതിനെ നേരിടാൻ അനൗദ്യോഗിക പിന്തുണയെ ആശ്രയിക്കുന്നു. നിശബ്ദതയുടെ ഈ ചക്രം തുടരുന്നു. ഇത് തടസ്സങ്ങൾ തകർക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. ദൈനംദിന പരിശോധനയുടെയും വിവേചനത്തിൻ്റെയും വൈകാരിക ആഘാതം വളരെ വലുതാണ്. ഏകാന്തത, നിരാശ, ആത്മവിശ്വാസമില്ലായ്മ എന്നിവ കടന്നുവരുന്നു. കൊറിയയിൽ താമസിക്കുന്ന പല ഇന്ത്യക്കാർക്കും ഈ വികാരങ്ങൾ അവരുടെ കൂട്ടായ്മയുടെയും ആത്മാഭിമാനത്തിൻ്റെയും ഒരു സ്ഥിരം കൂട്ടാളിയായി മാറിയേക്കാം. ഒരു പുറത്തുള്ളയാളായി കാണപ്പെടുന്നതിൻ്റെയും വീണ്ടും വീണ്ടും സ്വയം തെളിയിക്കേണ്ടി വരുന്നതിൻ്റെയും ഭാരം ക്ഷീണിപ്പിക്കുന്നതാണ്. ഇത് മുൻവിധിയുടെ വ്യക്തമായ പ്രവൃത്തികളെക്കുറിച്ചുള്ളതല്ല, മറിച്ച് സൂക്ഷ്മമായ ദൈനംദിന നിമിഷങ്ങളെക്കുറിച്ചുള്ളതാണ്. ചെരിഞ്ഞ നോട്ടങ്ങളടക്കം പറച്ചിലുകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് എന്നിവ സാവധാനം ആത്മവിശ്വാസവും സന്തോഷവും ഇല്ലാതാക്കുന്നു. എന്നിരുന്നാലും എല്ലാ അനുഭവങ്ങളും പ്രതികൂലമല്ല. പല കൊറിയക്കാരും ദയയും സ്വാഗതാർഹരുമാണ്. പക്ഷപാതം ജന്മസിദ്ധമല്ല, മറിച്ച് പഠിക്കുന്നതാണെന്ന് ഇത് കാണിക്കുന്നു. സത്യസന്ധമായ സൗഹൃദങ്ങളെക്കുറിച്ചും അയൽക്കാർ പരസ്പരം അടുക്കുന്നതിനെക്കുറിച്ചും വ്യത്യാസങ്ങൾ ആഘോഷിക്കാൻ സമൂഹം ഒന്നിക്കുന്നതിനെക്കുറിച്ചും എണ്ണമറ്റ കഥകളുണ്ട്. ഈ നിമിഷങ്ങൾ ദയയും ധാരണയും തടസ്സങ്ങൾ തകർക്കുമെന്നും അജ്ഞതയേക്കാൾ ഉച്ചത്തിൽ പലപ്പോഴും ദയ സംസാരിക്കുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥകൾ പങ്കുവെക്കുന്നത് മറ്റൊരാളെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് ഒരു മറഞ്ഞിരിക്കുന്ന പ്രശ്നത്തിന് വെളിച്ചം വീശാനാണ്. വേദനയെക്കുറിച്ചും പ്രതീക്ഷയെക്കുറിച്ചും തുറന്നു പറയുന്നതിലൂടെ നമ്മുടെ കണ്ണുകളിലൂടെ ലോകം കാണാൻ നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. സത്യസന്ധമായ സംഭാഷണങ്ങൾ വിദ്യാബോധങ്ങളെ ഇല്ലാതാക്കാനും സ്റ്റീരിയോ ടൈപ്പുകളെ വെല്ലുവിളിക്കാനും സഹായിക്കും. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഇത് സാധ്യമാക്കുന്നു. മാറ്റം ആരംഭിക്കുന്നത് സത്യസന്ധമായ സംഭാഷണങ്ങളിലൂടെയും ഇരുപക്ഷത്തു നിന്നുമുള്ള സഹാനുഭൂതിയിലൂടെയുമാണ്. വിധി നിർണയം കൂടാതെ നമ്മൾ പരസ്പര അനുഭവങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ രോഗശാന്തിക്കും വളർച്ചയ്ക്കും ഇടം സൃഷ്ടിക്കുന്നു. നമ്മുടെ പൊതുവായ മനുഷ്യത്വത്തെ തിരിച്ചറിയുന്നതിനെക്കുറിച്ചും പരസ്പരം പഠിക്കാൻ തയ്യാറാകുന്നതിനെക്കുറിച്ചുമാണിത്. കൊറിയക്കാർക്ക് ചെറിയ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. വിദേശികൾക്ക് കൊറിയയുടെ തനതായ ചരിത്രവും പശ്ചാത്തലവും മനസ്സിലാക്കാൻ ശ്രമിക്കാം. കൂടുതൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഇരുപക്ഷത്തിനും പങ്കുണ്ട്. അവിടെ സംശയം കൗതുകത്താൽ മാറ്റി സ്ഥാപിക്കപ്പെടുകയും ഭയം ആദരവിനാൽ മാറ്റി സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. പാലങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് സാംസ്കാരിക സംവേദനക്ഷമത, ശക്തമായ നിയമങ്ങൾ, വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. വിദ്യാലയങ്ങൾ, ജോലിസ്ഥലങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെല്ലാം മനോഭാവങ്ങളെ രൂപപ്പെടുത്തുന്നതിലും അർത്ഥവത്തായ ബന്ധങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുന്നതിലും ഒരു പങ്കുണ്ട്.
കൊറിയയെ വീടെന്ന് വിളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷങ്ങളും പോരാട്ടങ്ങളും പങ്കുവെക്കുന്നത് ധാരണ വളർത്തുന്നു. പങ്കുവെച്ച ഓരോ ഭക്ഷണവും, ഒരുമിച്ച് ആഘോഷിക്കുന്ന ഓരോ ഉത്സവവും, പറഞ്ഞ ഓരോ കഥയും വിശ്വാസവും സൗഹൃദവും കെട്ടിപ്പടുക്കാൻ സഹായിക്കും. കൊറിയൻ ആതിഥേയരെ സംബന്ധിച്ചിടത്തോളം ബഹുസാംസ്കാരികതയെ ഉൾക്കൊള്ളുന്നത് സമൂഹത്തെ സമ്പന്നമാക്കും. പുതിയ കാഴ്ചപ്പാടുകളും പാരമ്പര്യങ്ങളും സ്വാഗതം ചെയ്യുന്നത് കൂടുതൽ ഊർജ്ജസ്വലവും സർഗാത്മകവും പ്രതിരോധശേഷിയുള്ളതുമായ ഒരു സമൂഹത്തിലേക്ക് നയിക്കും. പരസ്പര ബഹുമാനത്തോടെ എല്ലാവർക്കും സ്വാഗതം തോന്നുന്ന ഒരു ഭാവി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. വ്യക്തികളെന്ന നിലയിലും ഒരു സമൂഹം എന്ന നിലയിലും ക്ഷമയും തുറന്ന മനസ്സും വളരാനുള്ള മനസ്സും ആവശ്യമായ ഒരു യാത്രയാണിത്. ഈ യാത്ര ആരംഭിക്കുന്നത് ശ്രദ്ധിക്കുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെയും പരസ്പരം വ്യക്തികളായി കാണുന്നതിലൂടെയുമാണ്. സഹാനുഭൂതിയും സംഭാഷണവും തിരഞ്ഞെടുക്കുന്നതിലൂടെ വൈവിധ്യങ്ങൾ അംഗീകരിക്കപ്പെടുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കൊറിയ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും.